Hi everyone, welcome back to my channel Cooking with Dowden. ഇന്ന് നമുക്കൊരു ഫ്രഷ് ലെച്ചസ് ഓർ ക്രീം മിൽക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മൈദ, സോൾട്ട്, ബേക്കിംഗ് പൗഡർ. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പ്, ബേക്കിംഗ് പൗഡർ. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചു മാറ്റി വെക്കാം. ഇതിപ്പോൾ നമ്മുടെ മൈദക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: എഗ് വൈറ്റ്, എഗ് യോക്ക്, മിൽക്ക്, ഷുഗർ, വാനില എസൻസ്. ഇനി നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് എഗ് യോക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗറിൽ നിന്ന് ഒരു 1/4 ഭാഗം ഷുഗർ നമുക്ക് കുറേശ്ശെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വരണ വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ക്രീമി ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് മൈദ മിക്സ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ലോ സ്പീഡിൽ വേണം ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഒത്തിരി അങ്ങോട്ട് മിക്സ് ചെയ്യണ്ട, എന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ഭയങ്കര കട്ടിയായി പോകും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് കമ്പൈനായി വന്നാൽ മതി. ഇപ്പം ഏകദേശം എല്ലാവരും നല്ലപോലെ കമ്പൈനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ ബോളിലേക്ക് മാറ്റാം. നമുക്ക് എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ബാക്കിയുള്ള 1/4 ഭാഗം പഞ്ചസാര കൂടെ ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ എഗ് വൈറ്റ്സ് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ എഗ് വൈറ്റ് ചേർത്തിട്ട് നമ്മുടെ എഗ് യോക്ക് ബാറ്ററിലേക്ക് ചേർത്ത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇളക്കാൻ പാടില്ല, ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കുറച്ച് സമയമെടുത്ത് പതുക്കെ ചെയ്യുക. എന്താ വെച്ചാൽ അപ്പോഴാണ് നമുക്ക് നല്ലൊരു എയറി ആയിട്ടും ലൈറ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് കിട്ടുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഒരു എയറി ആൻഡ് ലൈറ്റ് ആയിട്ടുള്ളൊരു ബാറ്ററാണിത്. ഇനി നമുക്കൊരു ഗ്ലാസ് ട്രേയിലേക്ക് ഇത് മാറ്റാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ബട്ടറോ ഒന്നും ഞാൻ ആ പാനിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അതെന്താ വെച്ചാൽ നമ്മുടെ കേക്ക് വല്ലാതെ ചുരുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ ബേക്ക് ചെയ്യാനായിട്ട് ഗ്ലാസിൻ്റെ ട്രേയോ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി നമുക്കൊരു പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഒരു 25 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇനി മിൽക്ക് മിക്സിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാല്, വിപ്പിംഗ് ക്രീം, കണ്ടൻസ് മിൽക്ക് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ മിൽക്ക് മിക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇപ്പം നല്ല എയറി ആൻഡ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് ചൂടാറുമ്പോൾ നമുക്ക് ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിൽക്ക് മിക്സ് ഇതേപോലെ കേക്കിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് നല്ല ഇങ്ങനെ മോയിസ്റ്റ് ആൻഡ് നല്ല സോക്കായിട്ട് വരും. ഞങ്ങൾക്ക് ഇവിടെ നല്ലപോലെ സോക്കായിട്ടുള്ള മിൽക്ക് കേക്കാണ് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ചും കൂടെ മിൽക്ക് മിക്സ് തയ്യാറാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 1 hour എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല സോക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൽ ഞാൻ ഒട്ടും മധുരം ചേർത്തിട്ടില്ല, കാരണം നമ്മുടെ കേക്കിൽ ഓൾറെഡി നല്ലപോലെ മധുരം ഉണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ മധുരം ചേർക്കണ്ട.
ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പിസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ച് ടോപ്പ് ചെയ്തിട്ട് കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ മാംഗോ ആണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് സ്ട്രോബെറീസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ യമ്മി ട്രെസ് ലെച്ചെ അല്ലെങ്കിൽ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സോ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.